സരി 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 ഗരി ഗരി ഗമ സരി ഗ സരി സഗ സരി ഗ സരി ഗമ രി ഗരി ഗരി ഗമ 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 മ പരി ഗമ രി ഗരി മരി ഗമ രി ഗമ പ ഗമ 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 പ മ മ പ പ ഗമ മ പ ഗമ ഗമ പ ഗമ പദ മമ പ മ പദ പദ ധനി മമ പ പദ മ പദ മദ മ പദ മ പദ നി പ പദ പദ നി ധനി ധനി നി സ പ പദ ധനി പദ പനി പദ നി പദ നി സ സ നി സ നി സ നി ധ നി ധ സ നി നി ധ സ നി നി ധ സ നി സ ധ സ നി ധ സ നി ധ പനി നി ധ നി ധ. ഇത് എന്ത് പ്രാന്താ ചെറുക്കൻ? നാട്ടുകാരെ കൊണ്ട് പറയിക്കും അവർക്ക് ചെവിയും തലയും കേട്ട് കിടക്കാൻ പറ്റൂലെന്ന്. അമ്മ ഇതൊരു തരം തെറാപ്പിയാണ്, മ്യൂസിക് തെറാപ്പി. തെറാപ്പിയോ? നിനക്ക് ഡിപ്രഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. എനിക്കല്ല, 4 കുയിലുകൾക്ക്. ഓ, കുയിലുകൾക്ക് ഡിപ്രഷൻ. രാവിലെ ഒരു വീപ്പ് തണുത്ത വെള്ളത്തിൽ ഇറങ്ങി കിടന്ന ഇങ്ങനെ പല ഭ്രാന്തും തോന്നും നിനക്ക്. ഇറങ്ങി വാടാ അങ്ങോട്ട്, ചുമ്മാ കളിക്കാതെ. അമ്മ എന്ത് പറഞ്ഞിരുന്നാലും എന്റെ ഉദ്യമം പൂർത്തിയാക്കാതെ എനിക്ക് ഇറങ്ങാൻ പറ്റൂലമ്മ. ഇന്നലെ ക്ലിനിക്കിൽ സുന്ദരിയായിട്ടുള്ള ഒരു അമ്മമ്മ വന്നിരുന്നു. അവർ 4 കുയിലുകളെ കൊണ്ടാണ് വന്നത്. 4 പാട്ട് പാടുന്നില്ലമ്മ. അവർ ചികിത്സിക്കാൻ മൃഗപാൻ ഡോക്ടർ എന്നെയാണ് ഏൽപ്പിച്ചേക്കണേ. അതിന് കുയില് പാട്ട് പാടാത്തതിന് നീ ഈ വീപ്പക്കകത്ത് ഇറങ്ങി കിടന്ന് പാട്ട് പാടിയിട്ട് എന്തോടാ കാര്യം? സ്വരസ്ഥാനം നന്നാവണ്ടേ അമ്മ, എന്നാലേ അവരെ പാടിപ്പിക്കാൻ പറ്റുള്ളൂ. എടാ, കുയിലുകള് സാധാരണ കൂവല്ലേ ചെയ്യുന്നത്. അത് കൂവുന്നില്ല, അതിന് മരുന്ന് കൊടുത്ത് ശരിയാക്കണം. അല്ലാതെ വിളിച്ചിരുത്തി സാധാ ചെയ്യിപ്പിച്ച് പാട്ട് പാടിക്കണം ആര് പറഞ്ഞു? അമ്മ അവിടെയല്ലേ മൃഗപാൻ ഡോക്ടർ വ്യത്യസ്തനാവുന്നത്. മരുന്നല്ല വേണ്ടത്, കുയിലുകളെ പാടിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ആണല്ലേ? അപ്പൊ പിന്നെ എന്റെ മക്കൾ ഇവിടെ കിടന്നോടാ ഈ വീപ്പക്കകത്ത് കിടന്ന് പനിയും പിടിച്ച് വന്നിട്ട് കഞ്ഞിയോ പയറോ ചോദിച്ചാ കാണിച്ചു തരുന്നത്. ഇതെന്താ ചേട്ടനെ പിടിക്കാൻ വെച്ചിരിക്കുന്നു? സൂപ്പർ ആയിരിക്കും ബോൾഡ് ഉത്തമൻ. വിളിച്ചോണ്ട് പോയി ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ നിൽക്കും. കൂടുതലൊന്നും കളിച്ചാൽ എന്താടാ ഇങ്ങനെയായി തീർന്നതാ? നേർക്ക് നേർ കണ്ട കീരി പാമ്പും പോലെ. വെള്ളം ബീച്ച് വിടുന്ന എന്റെ പൊന്നു ഒന്ന് രണ്ടും ഒന്നും നിർത്തുന്നുണ്ടോ? അമ്മക്കറിയാമോ എന്നെ നീർക്കാലെ കൊണ്ട് കടിപ്പിച്ചാളാ. നീർക്കോലിയെ തോട്ടി മീൻ പിടിക്കാന്ന് പറഞ്ഞ എന്നെ കൊണ്ടുപോയി. എന്നിട്ട് എന്നെ നീർക്കോലി വെച്ച് കടിപ്പിച്ചു. ഇതൊക്കെ എന്താണോ ഇങ്ങനെയായി പോയത്? എന്തോ അറിഞ്ഞാ നീ ചെയ്തോണ്ടിരുന്ന? അങ്ങോട്ട് പോ. കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിലഞ്ചി കൊഞ്ചും. ഞാൻ പോത്തില്ല, അവിടെ തന്നെ. എടാ, ഇച്ചിരി കട്ടൻ കാപ്പി എടുക്കട്ടെ. അനുവദിക്കൂ. വേണ്ടേ? അല്ല, ഇപ്പൊ ഓൾറെഡി കുയിലുകൾ നിന്റെ ഇത് കേട്ട് പഠിച്ചിട്ടുണ്ടടാ. ഇനി മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഞാൻ പോത്തില്ല, അവിടെ തന്നെ നിൽക്കും. ഞാൻ അവിടെ തന്നെ നിൽക്കും. ശ്രീരാമ രാമ ഇംഗ്രതക്കം ഗുജറാത്തേ കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണ. മിറുന്താങ്ക നീ സന്തനി ബന്ദരി കൊന്തൂറ ബന്തോങ്കി പിടിക്കാൻ പറ്റൂല. കാക്കമലെന്ന് പറക്കും. ഇതിനാണ് ഈ കാക്കമലെന്ന് പറക്കുന്നത്? കാക്ക എന്താ സിവിൽ ഏവിയേഷൻ വല്ലതും പഠിച്ചിട്ടുണ്ടോ? സിവിൽ ഏവിയേഷൻ പഠിച്ച ഒരാൾ ഇതൊക്കെ ചെയ്യുന്ന കണ്ടോണ്ട് പറഞ്ഞ. ഞാൻ വന്നപ്പോഴോ ഇവിടെ ആരെയും കണ്ടില്ല. എന്നാ പിന്നെ നിനക്കൊരു കട്ടൻ ചായ കിട്ടുന്ന സഹായിക്കാന്ന് കരുതി. ഈ ഉയരം കൂടുന്നവരും ചായക്ക് രുചി കൂടും സ്വാദ് കൂടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞാനെപ്പോഴും ഉയരത്തിൽ പറന്ന് നടക്കുന്ന ഒരാളാണ്. ചായക്ക് നല്ല ടേസ്റ്റ് ആണ്. നീ കുടിച്ചോ. കുടിക്കാലോ അല്ലേ? ധൈര്യമായിട്ട് കുടിച്ചോ. നന്നായിട്ടുണ്ട്. താങ്ക് യു. നിങ്ങക്ക്
ഇതൊക്കെ അറിയായിരുന്നല്ലേ? ഞാൻ പണ്ട് ബേസ് ക്യാമ്പിലായിരുന്നു, ഇപ്പൊ കട്ടൻ ചായ ആയിട്ടുള്ള ശീല. ഞങ്ങൾ തന്നെ രാവിലെ ഇതൊക്കെ ഇടണം. എന്നാലും നിങ്ങളൊരു കണ്ണിച്ചോര ഇല്ലാത്ത മനുഷ്യനാ കേട്ടോ. എന്തൊരു വർത്താനോട് നീ പറയുന്നത്? ഇത്രയൊക്കെ അറിയാമായിട്ടും രാവിലെ തൊട്ട് ഞാൻ ഈ അടുക്കള കിടന്ന മാട് പോലെ പണിതാലും നിങ്ങൾ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ? ചേടാ, ഇപ്പൊ സഹായിക്കാൻ വന്നത് വലിയ തെറ്റായി പോയാ? ശരി, അതൊക്കെ പോട്ടെ. ഞാൻ ഭവതിക്ക് വേണ്ടി ഇനി എന്താണാവോ ചെയ്തു തരേണ്ടത്? എന്റെ പൊന്നോ, ഒന്നും ചെയ്യണ്ട. മനുഷ്യൻ അല്ലേ തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ തല കറങ്ങുന്നുണ്ട്, എന്താന്ന് അറിയത്തില്ല. കണ്ണു എന്തോ പോലെ. ആശുപത്രിയിലൊക്കെ പോണോ? ആശുപത്രി പോകണ്ടെന്നേ, കിടന്നാ മതി. ശരിയോ? എന്നാ ഇച്ചിരി നേരം പോയി കിടക്ക്. അല്ല, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ? അതൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം, നീ പോയി കിടന്നോ. അറിയാമെങ്കിൽ ചെയ്താൽ മതി. അല്ലെ ഞാൻ വന്ന് ചെയ്തോളാം. ഞാൻ പുട്ടുണ്ടായിക്കോളാം, നീ പോയി വിശ്രമിച്ചോ. ഓ